ദൈവവചനമേ നമോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി. കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. 1 തെസ്സലോനിയൻസ് 1:6. തെസ്സലോനിക്കായിൽ പൗലോസിന്റെ പ്രസംഗം ശ്രവിച്ചവരിൽ പലരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. കുപിതരായ യഹൂദന്മാർ ബഹളമുണ്ടാക്കി, ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തി, വലിച്ചിഴച്ചു, ന്യായാധിപന്റെ മുമ്പിൽ എത്തിച്ചു. പൗലോസും സിലാസും രാത്രിയിൽ അവിടം വിട്ടുപോയി. തുടർന്നും ഉപദ്രവങ്ങൾ ഉണ്ടായെങ്കിലും തെസ്സലോനിക്കായിലെ ക്രിസ്ത്യാനികൾ വിശ്വാസം ഉപേക്ഷിച്ചില്ല. കൊറിന്തോസിൽ പൗലോസ് താമസിക്കുമ്പോൾ തെസ്സലോനിക്കായിലെ വിശ്വാസികളുടെ വിശ്വാസ സ്ഥിരതയെപ്പറ്റി അറിഞ്ഞു. പൗലോസ് അവരെ അഭിനന്ദിച്ചു. സാഹചര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരാണ് തെസ്സലോനിക്കായിലെ ക്രിസ്ത്യാനികൾ. ചുറ്റുപാടുകളുടെ നിറം സ്വീകരിക്കുന്ന ഓന്തിന്റെ സ്വഭാവം ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. നാം ചിലപ്പോൾ സന്തോഷത്തിൽ മതിമറന്ന് തുള്ളിച്ചാടുന്നവരും വിഷമതകൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് നിർവീര്യരായി പോകുന്നവരുമാണോ? സാഹചര്യങ്ങളാണോ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത്? അതോ നാം സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുകയാണോ? ആളുകൾ അഭിനന്ദിക്കുമ്പോൾ പ്രവർത്തന തൽപരരാകുകയും വിമർശിക്കുമ്പോൾ ശക്തി ക്ഷയിച്ച് നിർവീര്യരാകുകയും ചെയ്യുമോ? നമ്മെ അവഗണിച്ചാൽ നാം നിരാശരാകുമോ? ചുറ്റുപാടുകളും മറ്റുള്ളവരുടെ അഭിപ്രായമാണോ നമ്മുടെ സ്വഭാവഗതിയെ നയിക്കുന്നത്? സാഹചര്യങ്ങൾക്ക് അതീതരായി എതിർപ്പുകളുടെ മധ്യത്തിൽ പോലും പതറാതെ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. വിശ്വാസികളുടെ സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ ആത്മീയരായി സ്വയം പ്രദർശിപ്പിക്കുകയും ജോലിസ്ഥലത്തോ മറ്റു രംഗങ്ങളിലോ ആയിരിക്കുമ്പോൾ ക്രിസ്ത്യ വിശ്വാസിയെന്ന് അറിയിക്കാത്തവരുമാണോ നാം? സാഹചര്യങ്ങൾക്കുപരിയായി ആത്മധൈര്യത്തോടെ വിശ്വാസം കാക്കുന്നവരാണ് ക്രിസ്ത്യാനി. അന്ധകാരത്തിൽ സ്വയം പ്രകാശിക്കുന്ന വിളക്കാണ് ക്രിസ്ത്യാനി. കർത്താവായ ഈശോയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. പരിശുദ്ധമ്മ IMS അമ്മ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.